എല്ലാവർക്കും വൈറ്റ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നാളെ നടക്കാനായിട്ട് പോകുന്ന ഇന്ത്യ vs ഉസ്ബെക്കിസ്ഥാൻ മത്സരത്തെ കുറിച്ചിട്ടാണ്. ഇന്ത്യയുടെ ഏഷ്യൻ കപ്പിലെ രണ്ടാമത്തെ മത്സരമാണ്. അപ്പോൾ ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് മുന്നോട്ട് പോയി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മത്സരത്തിൽ മിനിമം ഒരു ഡ്രോയിങ്ങിലും പിടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മത്സരം ജയിക്കലാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത്. അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഈ ഒരു മത്സരം ജയിക്കുക തന്നെ വേണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനാണ് ഇന്ത്യന്റെ എതിരാളികൾ എന്ന് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാന് ഫിഫ റാങ്കിങ്ങിൽ 68ാം സ്ഥാനത്തുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉസ്ബെക്കിസ്ഥാനെ ഇന്ത്യക്ക് ബീറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ചെറിയ രീതിയിലൊരു പ്രവചനമാണ്, ചിലപ്പോൾ ശരിയാവും ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. അതിന്റെ ടീമുകൾ കളിച്ച ലാസ്റ്റ് മത്സരങ്ങളും അതിന്റെ സ്കോർ ബോർഡുകളൊക്കെ നോക്കിയാണ്ട് കളിച്ച ഓപ്പണൻസിനോടുള്ള ഇതൊക്കെ നോക്കിയാണ്ട് ഒന്ന് വിലയിരുത്താം. അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഉസ്ബെക്കിസ്ഥാൻ കളിച്ച ലാസ്റ്റ് 4 മത്സരങ്ങൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 2 വിജയം, 2 സമനിലയാണ് നേടാനായിട്ടുള്ളത്. അതിലൊരു മത്സരം ലാസ്റ്റ് സീറിയനോട് ഈ ഏഷ്യൻ കപ്പിൽ കളിച്ചിട്ടുള്ള മത്സരമാണ്. ഡ്രോയിലാണ് അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന് പറയുന്നത് 2-2 ഇറാനെ 2-2 ഡ്രോയില് പിടിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ഒരു ലാസ്റ്റ് 4 മത്സരത്തിൽ ഈ ഒരു ഇറാൻ vs ഉസ്ബെക്കിസ്ഥാൻ മത്സരത്തിൽ ഇറാനെ 2-2 എന്നുള്ള സ്കോറിന് ഉസ്ബെക്കിസ്ഥാന് തളച്ചിടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു റിസൾട്ട് അറിയുന്നത് ഉസ്ബെക്കിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച റിസൾട്ടാണ്. അതുപോലെ തന്നെ ചൈനയോട് 1-2 ഉസ്ബെക്കിസ്ഥാൻ ജയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തുർക്ക്മെനിസ്ഥാനോട് 3-1 ഉസ്ബെക്കിസ്ഥാൻ വിജയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ഫോമിൽ നിൽക്കുന്ന ഒരു നാഷണൽ ടീമാണ് ഈ ഒരു ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത്. ഇനി ഇന്ത്യന്റെ അവസാന 4 മത്സരങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖത്തർ, ഓസ്ട്രേലിയ, കുവൈത്ത്, ലെബനോൺ ആണ്. ഈ ഒരു 4 മത്സരങ്ങളിൽ ഇന്ത്യ 2 വിജയിച്ചിട്ടുണ്ട്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഒന്ന് ലെബനോണിൽ 2-0 ഇന്ത്യ വിജയിക്കണം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കുവൈത്തിനോട് 1-0 വിജയിക്കണം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഖത്തറിനോട് 3-0 ഇന്ത്യ പരാജയപ്പെട്ടു. പക്ഷെ അത് നല്ലൊരു കളി കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കളിച്ചിട്ടുള്ള ഏഷ്യൻ കപ്പ് മത്സരമായിട്ടുള്ള ഓസ്ട്രേലിയനോട് പേഴ്സണലി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറയാന്നുണ്ടെങ്കിൽ ഉസ്ബെക്കിസ്ഥാനെ ജയിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ത്യക്ക് ഒരു പോസിറ്റീവ് വശം എന്ന് പറയുന്നത് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ ഓസ്ട്രേലിയനോട് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത അങ്ങനെ ഒരു പ്രകടനം ഇന്ത്യക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ത്യക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മത്സരത്തിൽ കാട്ടാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യ ജയിക്കും തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ നമ്മൾ എന്നിട്ട് ഈ ഒരു മത്സരം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയുടെ റിയാക്ഷൻ ഇടുമ്പോൾ എന്താവും റിസൾട്ട് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.